വിജിൻ വായാന്തോട് ചേരുന്നു. വിജിൻ, എന്താണ് സംഭവിക്കുന്നത്? അജിംഷ, വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ സർവകലാശാലക്കകത്ത്, സാങ്കേതിക സർവകലാശാലക്കകത്ത് കൊണ്ടിരിക്കുന്നത്. വി സിയുടെ ചേംബറിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും അല്പസമയം മുമ്പ് സർവകലാശാലയുടെ കവാടത്തിന് മുന്നിൽ എത്തിയ പ്രതിഷേധ മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടുത്തിരുന്നെങ്കിലും അത് പൂർണ്ണമായും മറികടന്നുകൊണ്ട് പ്രവർത്തകർ സർവകലാശാലയുടെ ഗേറ്റിനടുത്തേക്കും അതിനുശേഷം ഗേറ്റ് തള്ളി തുറന്ന് സർവകലാശാലയ്ക്ക് അകത്തേക്കും എത്തുകയായിരുന്നു. PS സഞ്ജീവ് SFI സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ പ്രവർത്തകർ ഓടി സർവകലാശാല കോമ്പൗണ്ടിനകത്തേക്കും തുടർന്നിപ്പോൾ വി സിയുടെ ചേംബറിലേക്ക് കയറാനുമുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൊട്ട് മുകളിലത്തെ നിലയിലാണ് വി സിയുടെ ചേംബർ. അവിടെ പക്ഷേ VC ശിവപ്രസാദ് ഇല്ല. ഇന്ന് അദ്ദേഹം ഈ സർവകലാശാലയിൽ എത്തിയിട്ടില്ല. VC രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുള്ള വലിയ പ്രതിഷേധമാണ് നിലവിൽ ഇപ്പോൾ സാങ്കേതിക സർവകലാശാലക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് കുറേ കാലമായി തുടങ്ങിയ SFI VC പോരാണിപ്പോൾ സർവകലാശാലക്കകത്തേക്ക് കൂടി എത്തി വലിയ പ്രതിഷേധമാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. VC ശിവപ്രസാദ് രാജിവെക്കുക എന്ന മുദ്രാവാക്യമാണ് SFI പ്രവർത്തകർ ഉയർത്തുകയും ചെയ്യുന്നത്. ഒരു തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പക്ഷേ പോലീസ് പ്രവർത്തകർ അതെല്ലാം മറികടന്ന് ഈ സർവകലാശാലയിലേക്ക് എത്തുകയായിരുന്നു. എന്തായാലും കഴിഞ്ഞ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ VC K ശിവപ്രസാദ് അദ്ദേഹം സർവകലാശാല VC സ്ഥാനത്ത് നിന്ന് മാറിയിരുന്നു. പക്ഷേ വീണ്ടും സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അദ്ദേഹത്തെ വീണ്ടും വൈസ് ചാൻസലറായി നിയോഗിച്ചത്. ഇത് തടയണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി തന്നെ കത്ത് നൽകുകയും ചെയ്തിരുന്നു ഗവർണർക്ക്. പക്ഷേ അതൊന്നും പരിഗണിക്കാതെയാണ് നിലവിൽ അദ്ദേഹത്തെ VC ആയി തുടരാനുള്ള ഒരു അനുവാദം ഗവർണർ നൽകിയത്. ഇപ്പോൾ പ്രവർത്തകർ മറ്റൊരു വഴിയിലേക്ക് കൂടി മാറുകയാണ്. അജിംഷദായാലും സർവകലാശാല വലിയ നീണ്ടു നിവർന്നു കിടക്കുന്ന സർവകലാശാല ആസ്ഥാനമാണ് നിലവിൽ ഇവിടത്തേത്. അതിന്റെ പല ഭാഗങ്ങളിലായി നിലവിൽ SFI പ്രവർത്തകർ കടക്കുകയാണ്. ഒരു ഭാഗത്ത് VCയുടെ ചേംബറിന് തൊട്ട് താഴെ വലിയ പ്രതിഷേധം SFI പ്രധാന നേതാക്കളുടെ നേതൃത്വത്തിൽ തന്നെ നടക്കുമ്പോൾ മറ്റ് SFI പ്രവർത്തകർ പല വഴിക്കായി VC ചേംബറിലേക്ക് കടക്കാനുള്ള ഒരു നീക്കമാണ് നിലവിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ ഗേറ്റിന് മുന്നിൽ പോലീസ് പ്രവർത്തകരെ തടഞ്ഞിരുന്നെങ്കിലും പക്ഷേ അകത്തേക്ക് ചാടിക്കയറിയ പ്രവർത്തകർ ഗേറ്റ് പൂർണ്ണമായും തുറന്ന് മറ്റ് പ്രവർത്തകരുമായി ഓടി സർവകലാശാല ആസ്ഥാനത്തെ VCയുടെ ചേംബർ ഇരിക്കുന്ന തൊട്ട് താഴത്തെ നിലയിലേക്ക് എത്തുകയായിരുന്നു. അവിടെ വലിയ പ്രതിഷേധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. പോലീസ് നന്നേ പാടുപെട്ടാണ് മുകളിലേക്ക് വിദ്യാർത്ഥികൾ പ്രവർത്തകർ എത്താതിരിക്കാനുള്ള ഒരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പോലീസിനെ മറികടക്കാനുള്ള നീക്കം മറ്റൊരു ഭാഗത്ത് SFI പ്രവർത്തകർ തുറന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കുറെ കാലമായി തുടങ്ങിയ SFI പ്രതിഷേധം, VC SFI പോര്, ഒപ്പം തന്നെ സിൻഡിക്കേറ്റ് VC പോരും ഒക്കെ ആയി ഉടലെടുത്ത വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ് സർവകലാശാലയിൽ നിലവിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഫിനാൻസ് കമ്മിറ്റി യോഗം പോലും ചേരാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കോറം തികയാത്തതിനെ തുടർന്നാണ് ഫിനാൻസ് കമ്മിറ്റി യോഗം ചേരാൻ കഴിയാതെ പോയത്. അങ്ങനെ 13-ാം തീയതി സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം കൂടി VC വിളിച്ചിട്ടുണ്ട്. പക്ഷേ അത് നടക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും പ്രതിസന്ധി നിലനിൽക്കുകയാണ്. കാരണം സിൻഡിക്കേറ്റ് അംഗങ്ങൾ പൂർണ്ണമായും പങ്കെടുത്തില്ലെങ്കിൽ കോറം തികയാതെ സർവകലാശാല സിൻഡിക്കേറ്റ് യോഗവും മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുക. അതിനിടയിലാണ് SFIയുടെ വലിയ പ്രതിഷേധം ഇപ്പോൾ സാങ്കേതിക സർവകലാശാലയിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടെ പോലീസുമായി ഉന്തും തള്ളുമുണ്ടാകുന്നു. പോലീസ് നന്നേ പാടുപെട്ട് വിദ്യാർത്ഥികളെ മാറ്റാനുള്ള ഒരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ മുദ്രാവാക്യം വിളിച്ച് പോലീസുമായി കലഹിച്ചൊക്കെയാണ് SFI പ്രവർത്തകർ ഇപ്പോഴും ഈ ഭാഗത്ത് തന്നെ നീങ്ങുന്നത്. പോലീസ് ഇവരെ ബലം പ്രയോഗിച്ച് നീക്കുകയാണ് ഇപ്പോൾ ആ ഭാഗത്ത് നിന്ന്. അതിനെതിരെ വലിയ പ്രതിഷേധവും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നന്നേ പാടുപെട്ടാണ് പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ പ്രവർത്തകരെ മാറ്റാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്ത് നിന്ന് തുടർന്നുകൊണ്ടിരിക്കുന്നു.